നമ്മുടെ പത്മകുമാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് പത്മകുമാർ. നല്ലൊരു ക്രാഫ്റ്റുള്ളൊരു സംവിധായകനാണ്. കുറച്ച് നാളായി അദ്ദേഹത്തിൻ്റെ പടം വന്നിട്ട്. പക്ഷേ ഈ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോയി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഉയിർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുടക്കത്തിലെ നമുക്ക് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൽ വരെ ആ കഥയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അവർ കുറച്ച് സമയമെടുത്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ലത്. 2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് പോയേനെ. നല്ലൊരു സ്റ്റോറിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഒരു നായികയുണ്ട്. ഒരു നായികയ്ക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഒരു അഭിഹിതത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്രൈമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ഇതൊക്കെയാണ്. അത് ആ കഥയിലേക്ക് ഇൻ്റർവെല്ല് വരെ നമ്മളെ ശരിക്കും കുറച്ച് നേരം ബോറടിപ്പിക്കും. നമ്മളെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ പടത്തിലേക്ക് പ്രേക്ഷകരും കൂടിയിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ വരുമ്പോൾ നമുക്ക് കുട്ടികളെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. കുട്ടികളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണല്ലോ. അവരെ മുഖം കാണുമ്പോഴും അവർക്ക് പരിസരം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല. അവർക്ക് അച്ഛൻ അമ്മ അതുപോലെ തന്നെ അവരെ കളി അവരുടെ അനിയൻ ചേട്ടൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചെറുപ്പക്കാലം നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കുട്ടികളുടെ ഒരു ക്ലൈമാക്സ് ലാസ്റ്റ് വന്നപ്പോൾ ആർക്കായാലും ഒരു തുള്ളി കണ്ണീരിപ്പോൾ എന്തായാലും നമുക്ക് വരാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു ക്രാഫ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പടം ഒരു തരക്കേടില്ലാത്തൊരു പടമാണ്. ഇന്ന് ഇതിലൊരു ക്രൈം ത്രില്ലറും മറ്റുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ ഭീകരമായുള്ള ക്രൈം ത്രില്ലറൊന്നുമല്ല. നമുക്ക് അത് കാണുമ്പോൾ തന്നെ അവർ ആ സസ്പെൻസ് ഒന്നും അവർ അധികം ഇട്ടിട്ടൊന്നുമില്ല. ആ സസ്പെൻസ് ഇടാണ്ട് തന്നെയാണ് ആ കഥയുടെ അന്വേഷണങ്ങൾ ചുരുളഴിയുന്നത്. പക്ഷേ ആ അന്വേഷണത്തിലെ വില്ലൻ കഥ ഞാൻ പറയുന്നില്ല. കഥ പറഞ്ഞ് നിങ്ങളെ കാണാനുള്ളൊരു മൂഡ് വൈബ് ഞാൻ കളയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടമുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതും നമ്മളൊന്നൊരു സിനിമയാകുമ്പോൾ നമ്മളതൊക്കെ കണ്ണടച്ച് മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറേ ആൾക്കാരെ ഉപജീവന മാർഗ്ഗമാണ്. ഒരു പ്രൊഡ്യൂസറെ കോടികൾ ചെലവ് ചെയ്തുള്ളൊരു സംരംഭമാണ്. അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ അതിനെ ദൃശ്യവൽക്കരിക്കുകയാണ് നമ്മുടെ ഈ പത്മകുമാർ ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. മൂപ്പരത് അവർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നല്ല മ്യൂസിക്, നടന്മാരൊക്കെ അവരെ ഭാഗങ്ങൾ വളരെ മനോഹരമാക്കി എന്ന് പറയാം. ഒരാൾ പോലും ഈ പടത്തിൽ മോശം എന്ന് പറയാനില്ല. പിന്നെ ഈ പടത്തിൽ നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെന്നിരുന്നാൽ തമാശ ഇല്ല. അതുപോലെ തന്നെ മാരകമായുള്ള ഫൈറ്റ് കാണാൻ ചെന്നിരുന്ന മാരകമായിട്ടുള്ള ഫൈറ്റില്ല. എല്ലാം നാച്ചുറലായിട്ട് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളും മാത്രമേ അതിലുള്ളൂ. അത് മതി. നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ നമുക്കതിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ പടത്തിൽ നമ്മൾ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ ആ പടത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർവെല്ല് വരെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു സിനിമ പോലെയാണ് കടന്നുപോയത്. ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവെല്ല് കഴിഞ്ഞ് ലാസ്റ്റ് വരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഥയുടെ കണ്ടൻറ്റും ക്രാഫ്റ്റും കിടക്കുന്നത് അവസാനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറേ ആൾക്കാർ അനുഭവിക്കുന്ന കുറേ ആൾക്കാരെ ഒരുപാട് വിഷമങ്ങൾ ഈ കുട്ടികളെ കുറിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് കാണണം എന്നാണ് നമ്മൾ പറയാം. കണ്ടിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കാം, കുട്ടികളെ എങ്ങനെ നമ്മൾക്ക് ഒരു യാത്രയ്ക്ക് പോകുമ്പോഴോ അങ്ങനെ കുട്ടികളെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും ഇതിൽ വലിയൊരു പാഠമാണ്. അതുപോലെ തന്നെ ഈ അഭിഹിതം എന്ന് പറഞ്ഞാൽ ഈ അഭിഹിതത്തിൽ കഷ്ടപ്പെടുന്നവർ കുട്ടികളാണ്. ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഒരു അഭിഹിതം കയറി വരുമ്പോൾ അവിടെ കഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. ആ കുട്ടികളുടെ ഒരു നൊമ്പരമാണ് നമ്മൾ ഈ സിനിമയിൽ വരച്ച് കാണിച്ചു പോകുന്നത്. അത് വളരെ മനോഹരമായിട്ട് പത്മകുമാറും അതിൻ്റെ റൈറ്ററും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തിയേറ്ററിൽ പോയിട്ട് ഈ പടം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കുറച്ച് ആൾക്കാരെ അധ്വാനം അതിലുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ ക്രാഫ്റ്റ്. അത് വളരെയധികം നല്ല നല്ല ഡയലോഗ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ കൊള്ളുന്ന കുറേ സീൻസുകളുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ സിനിമോട്ടയിൽ പോയിട്ട് എക്സ്പീരിയൻസ് അതിൻ്റെ വൈബ് നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്ക് ഈ ഉയിർ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് ഇത്രയും നമുക്ക് പറയാനുള്ളൂ.